കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രനാമം എങ്ങനെ ചൊല്ലാം. അതായത് നമ്മൾ 1000 നാമങ്ങൾ അടങ്ങുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ അടങ്ങുന്നതാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന ഒരു ബുക്ക്. ശരിക്കും നമുക്ക് 1000 നാമങ്ങളൊക്കെ ഇരുന്ന് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറേ പേരെ സംബന്ധിച്ചൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലർക്ക് അത്ര നേരം അടുപ്പിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലർക്ക് വേഗം ബോറടിക്കും. ചിലപ്പോൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നുണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് നാമം ചൊല്ലാതിരിക്കുകയാണെങ്കിലും നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോണില്ല. വേറെ ചിന്തയിലിരുന്നിട്ട് നാമം ചൊല്ലിയിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് നേരം നാമം ചൊല്ലുന്നത് എങ്കിൽ അത്രയും കോൺസെൻട്രേഷനിൽ ചൊല്ലാൻ പറ്റും. ഒരു 3 നാമം ചൊല്ലിയതെന്നുണ്ടെങ്കിൽ ഭഗവാനെ അത്രയും മനസ്സിൽ കരുതി അത്ര നേരം 3 പ്രാവശ്യമെങ്കിലും ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് അത്രയും ഡീപ്പായിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ചൊല്ലിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലോകത്തിലൊക്കെ ശരിക്കും ഒരുപാട് തിരക്കാണ്. അപ്പോൾ ആലോചിക്കാം, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ എനിക്ക് നേരമില്ല, രാവിലെയും വൈകിട്ടും ഞാൻ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരും, അപ്പോൾ എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ വന്ന് ഒരുപാട് പണിയുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ വേഗം നാമം ചൊല്ലി തീരാനും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആ ഒരു ഫലസിദ്ധി മുഴുവൻ കിട്ടാനും അതുപോലെ തന്നെ വിജയം വരിക്കാനുള്ള ഒരു ശ്ലോകങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് 2 പ്രധാന ശ്ലോകങ്ങളാണ്. അതിനു മുമ്പ് ഇതെന്താണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിരിക്കും. പിന്നെ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയം കൈവരും. അത് നമ്മളെ ആത്മീയമായി ഉയർത്താനും അതുപോലെ തന്നെ ഭക്തി വർദ്ധിപ്പിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും അതിനൊക്കെ കഴിയുന്ന തരത്തിലുള്ള 2 പ്രധാന ശ്ലോകങ്ങളാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം. അപ്പോൾ ഇതിൻ്റെ ഈ ശ്ലോകങ്ങളുടെ കഥ അടക്കം ഞാൻ പറയാം, എന്താണ് സന്ദർഭം എന്നുള്ളതടക്കം പറയാം. ഒന്നാമത്തെ പ്രധാന ശ്ലോകം അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ ശ്രീരാമനാമവരാനന ഓം നമ ഇതി. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് പാർവതീദേവി ശിവഭഗവാനോട് ചോദിക്കുകയാണ്, വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണല്ലോ, അപ്പോൾ ഈ 1000 നാമങ്ങൾ ഓർത്ത് വെച്ച് ചൊല്ലാനായിട്ട് എല്ലാവർക്കും കഴിയില്ല, പലർക്കും പല കാരണങ്ങളുകൊണ്ട് കഴിയില്ല. അപ്പോൾ എളുപ്പത്തിൽ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിൻ്റെ എല്ലാ ഫലവും കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എളുപ്പത്തിൽ കിട്ടാൻ? അപ്പോൾ ശിവഭഗവാൻ പറയാണ്, ശ്രീരാമ രാമ രാമേതി എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം ജപിക്കുകയാണെങ്കിൽ അത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിൻ്റെ ഫലമാണെന്ന്. അപ്പോൾ നമ്മളൊരു 3 പ്രാവശ്യം അത് ചൊല്ലിയാൽ മതി. അപ്പോൾ അത് അങ്ങനെ ചൊല്ലുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിനേക്കാൾ ശക്തമാണെന്നും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമ എന്നുള്ള ആ നാമം, രാമനാമം, നമ്മൾ രാമ 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 എന്ന് ചൊല്ലുമ്പോൾ അത് ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത്. അതിന് നമ്മളെ ഒരു പ്രൊട്ടക്ഷൻ കവർ തീർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ അച്ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചനൊക്കെ എപ്പോഴും ചൊല്ലാറുള്ളത് വേറൊരു നാമം അച്ചാച്ചൻ അറിയില്ല, ആകെ കൂടി ചൊല്ലാറുള്ളത് രാമ 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 എന്ന് മാത്രമേ ചൊല്ലാറുള്ളൂ. എപ്പോഴും സന്ധ്യാസമയമായി കഴിഞ്ഞാൽ രാമ 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 എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രായത്തിൻ്റേതായ ഒരുപാട് അവശത ഉണ്ടായിട്ടുള്ള ആളായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് കുറേ ദിവസം ആൾ അബോധാവസ്ഥയിൽ കിടന്നു. അത് കഴിഞ്ഞ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആൾ വിളിച്ചു പറഞ്ഞു, ശ്രീരാമ, എന്നെ
കയറിട്ട് കെട്ടിക്കൊണ്ടുപോവാൻ ഇതാ ശ്രീരാമൻ വരുന്നുണ്ട് എന്ന്. ഇതെന്താവോ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ആലോചിച്ചു. ആ രാമനാമം ചൊല്ലിയതിൻ്റെ ഫലമാണത്. അത് ശ്രീരാമൻ തന്നെ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. വയസ്സായ സമയത്ത് ശ്രീരാമൻ വന്നു. അദ്ദേഹം എപ്പോഴും, എൻ്റെ അച്ചാച്ചൻ എപ്പോഴും രാമ ചൊല്ലിയിരിക്കുന്ന ആളായിരുന്നു. ആ ഒരു ആളെ എപ്പോഴും ശ്രീരാമൻ കാത്തിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഭക്തി എന്നുള്ളത് നമ്മൾ 2 വാക്കുകളിൽ തന്നെ നമ്മൾ ചൊല്ലിയാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. അതിൽ ഭക്തി ഉണ്ടായാൽ മതി. രാമ എന്നുള്ള നാമം വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെയാണ് ഈ ശ്രീരാമ രാമ രാമേതി എന്നുള്ള നാമം വളരെ ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലം കിട്ടുന്നതാണ്. പിന്നെ അടുത്തത്, സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് മഹാഭാരതത്തിൽ എന്താണ് യുദ്ധത്തിൽ നടന്നത്, കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താണ് നടന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പോൾ അവസാനമായിട്ട് സഞ്ജയന് ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു. അതായത് യുദ്ധത്തിലെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും മനക്കണ്ണുകൊണ്ട് കാണാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആ മനക്കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് സഞ്ജയൻ പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർധ്രുവാ നീതിർമതിർമമ. അതായത് എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർധാരി, അതായത് ധനുസ് വഹിക്കുന്ന അർജുനനുമുള്ളത്, അവിടെ അതായത് ഐശ്വര്യം, വിജയം എല്ലാം ഉണ്ടായിരിക്കുന്നു. ധർമ്മവും നീതിയും എല്ലാം അവിടെ തന്നെയാണുള്ളതെന്ന്. അതായത് ശ്രീകൃഷ്ണനും അർജുനനും എവിടെയുണ്ടോ അത്രയും അവിടെയൊക്കെ വിജയമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാമത്തിന് ഇതുപോലെ തന്നെ ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാമം നമ്മൾ 3 പ്രാവശ്യം തന്നെ ചൊല്ലുക എന്നാണ് പറയുന്നത്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും വിജയവും എല്ലാം കിട്ടുന്ന ധർമ്മപക്ഷമാണ് എപ്പോഴും ശ്രീകൃഷ്ണൻ. അപ്പോൾ നമ്മൾ ധർമ്മിഷ്ഠരായിരിക്കുക. അങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് ഈ നാമം ചൊല്ലുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദിവസവും 3 തവണ വെച്ചിട്ട് ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ മനസ്സമാധാനം, ശാന്തി ഇതെല്ലാം ലഭിക്കും. അതുപോലെ തന്നെ വിജയം ലഭിക്കും. അപ്പോൾ എല്ലാവരും പറയാം മനസ്സമാധാനം ശാന്തിയും ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് പൈസ വേണമെന്നായിരിക്കും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവുക. പൈസയും എല്ലാം, അതായത് മനസ്സമാധാനം ശാന്തി ഇന്നത്തെ കാലത്ത് പൈസയുള്ളവർക്കുള്ളൂ ശരിക്കും. കാരണം എന്നാലും ഇല്ല, പൈസ ഉണ്ടെങ്കിലും മനസ്സമാധാനം ശാന്തിയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പൈസ ഉണ്ടാവുന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൻ്റെ. പൈസയും വേണം, എല്ലാം വേണം, അങ്ങനെയുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യം, സമൃദ്ധി, അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷ, അതുപോലെ തന്നെ ഐശ്വര്യം, സമ്പത്ത്, ഇപ്പോൾ നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ശത്രുക്കൾ പാപങ്ങളായിട്ട് എന്തെങ്കിലും ദൃഷ്ടിദോഷം, ദുർമന്ത്രങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും അതുപോലെ തന്നെ ഈ 2 നാമങ്ങളുടെയൊക്കെ പ്രധാന ഗുണങ്ങൾ, ഈ 2 ശ്ലോകങ്ങളുടെ പ്രധാന ഗുണങ്ങൾ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട് ഉള്ള ഫലങ്ങൾ എല്ലാ ഐശ്വര്യവും വന്നു ചേരുന്ന പറയാം. വിഷ്ണു സഹസ്രനാമം ചൊല്ലി അതിലെല്ലാം പെടും, പൈസയും പെടും. അതെല്ലാം ഈ 2 നാമങ്ങൾ കൊണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലിനൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ ഇടുന്നതിൻ്റെയൊക്കെ അപ്ഡേറ്റ് അതിൽ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.